ട്രേഡേഴ്സ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് ഞാനൊരു എൻട്രി എടുത്തിട്ടുണ്ട്. ജസ്റ്റ് മാർക്കറ്റ് ഇവിടെ നിന്നൊരു അപ്സൈഡ് മൊമെൻറ്റം ചെയ്യും എന്നുള്ളൊരു കൺവിക്ഷനാണല്ലോ മാർക്കറ്റിൽ ഞാൻ എൻട്രി എടുത്തത്. ജസ്റ്റ് നമ്മളുടെ ഇപ്പോൾ ഫോം ആയിക്കൊണ്ടിരിക്കുന്ന ക്യാൻഡിലിൻ്റെ പ്രീവിയസ് ക്യാൻഡിൽ ആ ഒരു ഹാമർ ഗ്രീൻ ക്യാൻഡിലിൻ്റെ ഹൈയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ ആ ട്രേഡിൽ ഞാൻ എൻട്രി എടുത്ത്. ജസ്റ്റ് നമ്മൾ സാധാ വയ്ക്കുന്ന പോലെ തന്നെ, ഇതൊരു സ്പോട്ടിൻ്റെ ചാർട്ടാണ്. സ്പോട്ടിൻ്റെ ചാർട്ടിൽ നമ്മൾ സാധാ വയ്ക്കുന്ന പോലെ തന്നെ ഒരു 100 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റും ആ ഒരു ക്യാൻഡിലിൻ്റെ എക്സാക്ട്ലി ആ ഒരു ക്യാൻഡിലിൻ്റെ ലോ ആയിരിക്കും നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് വയ്ക്കുന്നത്. ജസ്റ്റ് ഇവിടുന്നൊരു കണ്ടിന്യൂസ്ലി ഒരു അപ്സൈഡ് മൊമെൻറ്റം കിട്ടും, ഇവിടെ സെല്ലേഴ്സ് ട്രാപ്പായിട്ടുണ്ട് എന്നുള്ളൊരു അസംഷനിലാണ് ട്രേഡ് എടുത്തിരിക്കുന്നത്. ഇത് പ്രീമിയത്തിൻ്റെ ചാർട്ടാണ്. നമ്മുടെ പ്രീമിയത്തിൻ്റെ ചാർട്ടിൽ നമ്മളുടെ എൻട്രിയും ടാർഗറ്റും സ്റ്റോപ്പ് ലോസും കൂടെ ഒന്ന് പ്ലേസ് ചെയ്യാം. അതാണെങ്കിൽ ഇച്ചിരിയും കൂടെ വിസിബിലിറ്റി കിട്ടാൻ നല്ലതായിരിക്കും. കാരണം നമ്മളുടെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ റൺ ചെയ്യുന്നത്, എത്ര റൺ ചെയ്യുന്നതെന്നൊക്കെ കുറച്ചും കൂടി കാണാൻ ഇച്ചിരിയും കൂടെ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ മറ്റേതാകുമ്പോഴത്തേക്കും മാറ്റി കാണിക്കേണ്ടി വരുമല്ലോ. സോ നമ്മളുടെ എൻട്രി എന്ന് പറയുന്നത് ഇതാണ്. ജസ്റ്റ് നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 50 പോയിൻറ്റ്സിൻ്റെ ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 49 ഏകദേശം 50 എന്ന് പറയുമ്പോൾ ഏകദേശം ഈ ഒരു പോയിൻറ്റിലാണ് നമ്മളുടെ 50 പോയിൻറ്റ്സിൻ്റെ ടാർഗറ്റ്. നമുക്കൊരു 23-25 പോയിൻറ്റ്സിൻ്റെ അടുപ്പിച്ച് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. ചെറിയൊരു ബഫറും കൂടെ കൊടുത്തിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. കാരണം എനിക്ക് തോന്നുന്നത് ഇവിടുന്ന് കണ്ടിന്യൂസ്ലി ഒരു അപ്സൈഡ് മൊമെൻറ്റം ആയിരിക്കും. പക്ഷേ നമുക്ക് എഗനിസ്റ്റ് വേണമെങ്കിലും മാർക്കറ്റ് മൂവ് ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എപ്പോഴും റെഡി ആയിരിക്കണം. നമുക്ക് ആവറേജ് ബൈയിങ് പ്രൈസ് ആയിട്ട് കിട്ടിയത് 699.80 ഇപ്പോൾ ഒരു 709 മാർക്കറ്റിൽ റൺ ചെയ്യുന്നുണ്ട്. ചെറിയൊരു 1000 റുപ്പീസിൻ്റെ പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. ഏതായാലും റിസ്ക് എടുക്കേണ്ട, നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ ആദ്യം പ്ലേസ് ചെയ്യാം. ഇനിയിപ്പോൾ ടാർഗറ്റിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ എഡിറ്റ് ചെയ്ത് ടാർഗറ്റ് പ്ലേസ് ചെയ്യാവുന്നതാണ്. നമ്മളുടെ ആവറേജ് ബൈയിങ് പ്രൈസ് 699 ആണ്. സോ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് വിൽ ബി 677 ആൻഡ് ട്രിഗർ വന്നിട്ട് 678 ട്രിഗർ വന്നിട്ട് 678. ഇപ്പോൾ ചെറിയൊരു 1000 റുപ്പീസിൻ്റെ അടുപ്പിച്ച് ഇപ്പോൾ പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. പ്രോഫിറ്റ് ഒന്നും പറയാൻ പറ്റില്ല, എക്സാക്ട്ലി കോസ്റ്റിൽ തന്നെ, ഏകദേശം കോസ്റ്റിൽ തന്നെ എന്ന് പറയാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. ഏതായാലും നോക്കാം. ഇവിടെ നിന്ന് ഇനിയിപ്പോൾ കണ്ടിന്യൂസ്ലി അപ്സൈഡ് മൊമെൻറ്റം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ എഡിറ്റ് ചെയ്ത് ടാർഗറ്റ് പ്ലേസ് ചെയ്യാം. ഇനി അല്ല, ഇവിടുന്ന് മാർക്കറ്റ് റിവേഴ്സ് ആവാനാണ് ചാൻസ് എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്ത് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങാവുന്നതാണ്. സോ എങ്ങനെയാണ് മാർക്കറ്റിൻ്റെ റിയാക്ഷൻ, മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് നോക്കാം. ഇപ്പോൾ ഒരു ജസ്റ്റ് മാർക്കറ്റിലൊരു റിജക്ഷനാണ്, നമ്മളുടെ എൻട്രി പോയിൻറ്റിട്ട് അവിടുന്ന് തന്നെ ഒരു റിജക്ഷനാണ് കാണിക്കുന്നത്. സോ പിന്നെ ഒരു ആൾ കമൻറ്റിൽ ചോദിച്ച ആ കമൻറ്റിനുള്ള റിപ്ലൈ ആണ്. നമ്മൾ ചുമ്മാ ഒരു ഗ്രീൻ ക്യാൻഡിൽ കണ്ടിട്ട് അവിടുന്ന് ട്രേഡ് എടുക്കുന്നതല്ല. നമ്മളുടെ പ്രോപ്പർ സെറ്റപ്പ് ഫോം ആയതിനു ശേഷം നമ്മൾ പ്രോപ്പർലി അവിടുന്ന് എക്സാക്ട്ലി നമ്മളുടെ ഒരു സെറ്റപ്പ് ഫോമായി ആ ഒരു ഗ്രീൻ വെറും ചുമ്മാ കയറിപ്പോയിട്ടൊരു പുള്ളിക്കാരൻ പറഞ്ഞിരുന്നു ഇതിനെ നെഗറ്റീവായിട്ട് എടുക്കരുത്. ഇത് നെഗറ്റീവായിട്ട് എടുത്തുകൊണ്ട് പറയുന്നതല്ല. ഞാൻ ആ കമൻറ്റിൽ എത്രത്തോളം എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായില്ല, അതാണ്. അപ്പോൾ നമ്മളിതൊരു വെറുതെ ചുമ്മാ ഏതെങ്കിലും ഒരു ഗ്രീൻ ക്യാൻഡിൽ കണ്ടിട്ട് എടുക്കുകയല്ല. നമ്മളുടെ ഒരു പ്രോപ്പർ സെറ്റപ്പ് ഫോമായി അല്ലെങ്കിൽ അവിടുന്ന് നമുക്ക് പ്രോപ്പർ കൺവിക്ഷൻ്റെ പുറത്താണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത്. സോ പോസിറ്റീവായിട്ട് തന്നെ എടുത്തിട്ടാണ് പറയുന്നത്. അത് വെറുതെ ഇത് കാണുമ്പോഴത്തേക്കും ചുമ്മാ ഒരു ഗ്രീൻ ക്യാൻഡിൽ ട്രേഡ് എടുത്തായിട്ട് വിചാരിക്കരുത്. പ്രോപ്പർ ട്രേഡ് സെറ്റപ്പിൻ്റെ മേളിലാണ് ഞാൻ ട്രേഡ് എടുത്തിരിക്കുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അതൊന്ന് പറയണമെന്നുണ്ടായിരുന്നു, ഞാൻ ഇന്നലെ അത് പറയാൻ വിട്ടുപോയി. ഇപ്പോൾ ചെറിയൊരു പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട് ട്രേഡേഴ്സ്. 105 ക്വാണ്ടിറ്റിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 257 പ്രോഫിറ്റ് ഇപ്പോൾ റൺ ചെയ്യുന്നുണ്ട്. ചെറിയൊരു അല്ലെങ്കിൽ കോസ്റ്റ് എന്ന് തന്നെ പറയാം. ജസ്റ്റ് ഒരു 5-6 പോയിൻറ്റ്സിൻ്റെ ഒരു പ്രോഫിറ്റ് ഇപ്പോൾ റൺ ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം. കാണുന്നവരെല്ലാവരോടും ഉള്ളൊരു റിക്വസ്റ്റാണ് ട്രേഡേഴ്സ്, പ്ലീസ് ആ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക. കാരണം നമ്മളൊരു എഫേർട്ടും കൂടെ ട്രേഡിങ് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാവും. ട്രേഡ് എടുക്കണം, ട്രേഡിൽ സെറ്റപ്പ് ഫോം ആവുന്നതിന് വെയിറ്റ് ചെയ്യണം, ട്രേഡ് എടുക്കണം. അതിൻ്റെ ഒപ്പം നമ്മളുടെ സൈക്കോളജി റൺ ചെയ്യണം. നമ്മളുടെ എക്സിറ്റ് പോയിൻറ്റ്, എൻട്രി പോയിൻറ്റ്, അല്ലെങ്കിൽ മാർക്കറ്റ് പ്രോഫിറ്റിലോ ലോസിലോ റൺ ചെയ്യുമ്പോൾ നമ്മൾ അതിനെയൊക്കെ നോക്കണം. അതിൻ്റെ ഇടയിലാണ് നമ്മൾ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അത് കമൻട്രിയും കൂടെ ചെയ്തിട്ട് ആ വീഡിയോയ്ക്കും വേണ്ടിയിട്ടൊരു എഫേർട്ട് ഇടുന്നത്. അപ്പം ലൈക്ക് ചെയ്യുക, മനസ്സിലാവുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു യൂസ്ഫുൾ ആവുന്നുണ്ട് എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്താൽ മനസ്സിലാവും. കാരണം ലൈക്ക് ചെയ്യുമ്പോൾ അറിയാൻ പറ്റുമല്ലോ നമുക്ക് എത്ര പേർക്ക് ഇത് ഇഷ്ടപ്പെടുന്നുണ്ട്, അതോ വെറുതെ നമ്മൾ ഇടുന്ന എഫേർട്ട് അതിന്
ഒരു ഗുണവും ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ അത്രയും എഫേർട്ട് ഇട്ടിട്ട് കാര്യമില്ലല്ലോ. സോ അപ്പോൾ ഇതിപ്പോൾ യൂട്യൂബിൽ നിന്ന് നമ്മളൊരു വരുമാനത്തിനോ പൈസയ്ക്കോ വേണ്ടിയിട്ടല്ല, നമ്മൾ ജസ്റ്റ് എല്ലാവരിലേക്കും റീച്ച് ആവണം. അപ്പം ഇത് ആർക്കെങ്കിലുമൊക്കെ ഗുണപ്പെടണം എന്ന് വിചാരിച്ചിട്ടാണ്. സോ ആർക്കെങ്കിലുമൊക്കെ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെങ്കിൽ കാണുന്നവർ നമ്മളുടെ വീഡിയോസ് ഒരു ആവറേജ് ഒരു 700-800 ഒരു 1000 ബിലോ ആണ് നമുക്കൊരു ആവറേജ് വ്യൂസൊക്കെ എപ്പോഴും കാണാറ്. അപ്പോൾ അതിൻ്റെ അകത്ത് ആകെ ഒരു 10-15 ലൈക്സൊക്കെയാണ് കിട്ടാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ മനസ്സിലാവും എത്രത്തോളം നിങ്ങൾക്കത് റീച്ച് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന്. സോ ഒന്ന് പ്ലീസ് സപ്പോർട്ട്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണം. ഏതായാലും മാർക്കറ്റ് വീണ്ടും തിരിച്ച് നമ്മളുടെ കോസ്റ്റിലേക്ക് തന്നെ വരുന്നുണ്ട് ട്രേഡേഴ്സ്. ഏതായാലും ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. വെയിറ്റ് ചെയ്തിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ട്രേഡേഴ്സ് മാർക്കറ്റിൽ അത്യാവശ്യം നല്ലൊരു മൊമെൻറ്റം കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 3500-3600 അടുപ്പിച്ച് പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. നമുക്ക് ഏതായാലും നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ ഒന്ന് എഡിറ്റ് ചെയ്ത് ടാർഗറ്റാക്കി പ്ലേസ് ചെയ്യാം. നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ഒരു 731-732 റൺ ചെയ്യുന്നുണ്ട്. നമ്മളുടെ ടാർഗറ്റ് 749. നമ്മളുടെ ടാർഗറ്റ് ഞാനൊന്ന് സ്റ്റോപ്പ് ലോസിനെ എഡിറ്റ് ചെയ്യുന്നുണ്ട് ട്രേഡേഴ്സ്. സ്റ്റോപ്പ് ലോസിന് എഡിറ്റ് ചെയ്ത് ടാർഗറ്റിലേക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട്. 749 ആണ്. 750 മുന്നേ തന്നെ നമ്മളുടെ ടാർഗറ്റിനെ ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 738 737 ഓക്കെ. എനിവൈസ് ഒരു 10 പോയിൻ്റ് അടുപ്പിച്ചാണ് നമ്മളുടെ ടാർഗറ്റിലേക്ക് ഇനി ഒരു ദൂരം. കണ്ടിന്യൂസ്ലി ഒരൊറ്റ സിംഗിൾ ക്യാൻഡിൽ തന്നെ നമുക്ക് നല്ല ഫേവറായിട്ട് മൂവ് ചെയ്യാം. നമ്മൾ ട്രേഡ് എടുത്തതിന് ശേഷം നല്ലൊരു മൊമെൻറ്റം കിട്ടി. അപ്പം ഇനിയും കണ്ടിന്യൂസ്ലി ആയിട്ട് R1 ഒരു റെസിസ്റ്റൻസ് ഏരിയ വരെ മൂവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഞാൻ അത്രയും ഗ്രീഡിനെസ് കാണിക്കില്ല. ഞാൻ അതിന് മുന്നേ വെയിറ്റ് ചെയ്യും. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ട്രേഡ് എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് വെയിറ്റ് ചെയ്യുന്നത് നല്ലതാണ്. ജസ്റ്റ് വെയിറ്റ് ചെയ്ത് നോക്കി അത്രയും ഒരു റിസ്ക് എടുക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ വെരി ഗുഡ്. ഈ ഒരൊറ്റ ക്യാൻഡിൽ ഇനിയിപ്പോൾ ഇത് റിജക്ഷനായി മാറാതിരുന്നാൽ മതി. ട്രേഡ് ഇനിയിപ്പോൾ ചിലപ്പോഴൊക്കെ ഇത്രയും വലിയ ക്യാൻഡിൽ ഫോം ആയതിനു ശേഷം അത് അവിടുന്ന് റിജക്ഷൻ ഫേസ് ചെയ്ത് വീണ്ടും താഴത്തോട്ട് വരാറുണ്ട്. ഇതൊരു കണ്ടിന്യൂസ്ലി ഇത് അപ്സൈഡ് മൊമെൻറ്റം ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഇനി വീണ്ടും തിരിച്ച് താഴത്തോട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ടാർഗറ്റിനെ എഡിറ്റ് ചെയ്ത് സ്റ്റോപ്പ് ലോസ് വീണ്ടും പ്ലേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വെൽ ആൻഡ് ഗുഡ്. നല്ലൊരു ഇങ്ങനത്തെ മൊമെൻറ്റം കിട്ടണം. ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റ് മൊമെൻറ്റം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഓപ്ഷൻ ബയർ എന്ന രീതിയിൽ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. സോ ഇപ്പോൾ ഒരു 4300 4400 4200 അടുപ്പിച്ച് പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട് ട്രേഡേഴ്സ്. ഏതായാലും നോക്കാം. ഓക്കെ, നമ്മളുടെ ടാർഗറ്റിൻ്റെ നിയർ ബൈ ജസ്റ്റ് ഓക്കെ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നുണ്ട് ട്രേഡേഴ്സ്. ഏതായാലും ഒരു 5000+ എക്സാക്ട്ലി ആ ഒരു ക്യാൻഡിൽ തന്നെ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു 5100 പ്രോഫിറ്റ് ഇന്ന് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഓർഡർ ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ 11:45 നമ്മൾ നമ്മുടെ ട്രേഡിൽ എൻട്രി എടുത്തു. 12:04 നമ്മളുടെ പ്രോഫിറ്റ് നമ്മൾ ബുക്ക് ചെയ്തു. ഓവറോൾ ഒരു 5000+ ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നുണ്ട്.